Radio Library. Radio Library with RJ Radish. തന്റെ ജീവിതത്തിൽ നേരിട്ട പരാജയങ്ങൾ കാരണം നോറ സീഡ് എന്ന പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അവൾ രാത്രി 12 മണിക്ക് എത്തിച്ചേർന്നത് ഒരു മാന്ത്രിക ലൈബ്രറിയിലാണ്. അവിടെയുള്ള പുസ്തകങ്ങൾ തുറക്കുമ്പോൾ അവൾക്ക് താൻ ജീവിക്കാതിരുന്ന മറ്റ് ജീവിതങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഇന്ന് അത്തരമൊരു മാന്ത്രിക പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്തറിയാനായിട്ട് പോകുന്നത്. മാറ്റ് ഹെയ്ഗ് എഴുതിയ ദ മിഡ് നൈറ്റ് ലൈബ്രറി. ഇന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത് റൈറ്ററായിട്ടുള്ള അൻസാർ അരിമ്പ്രയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് കവിതകളാണ് എഴുതിയിട്ടുള്ളത്. ഒയാസിസ്, ഹീൽസ്റ്റോൺ ഇങ്ങനെയുള്ള കവിതാ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അൻസാർ അരിമ്പ്ര, വെൽക്കം ടു റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി. താങ്ക് യു വെരി മച്ച് രതീഷ്. ദ മിഡ് നൈറ്റ് ലൈബ്രറി എല്ലാവർക്കും ഒരു വലിയ മോട്ടിവേഷൻ നൽകുന്ന ഒരു പുസ്തകമാണെന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും. മിഡ് നൈറ്റ് ലൈബ്രറി എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആയിട്ടുള്ള മാറ്റ് ഹെയ്ഗ് എഴുതിയ, അദ്ദേഹം ഏകദേശം 6ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ സെൽഫ് എയ്ഡിൻ്റെ ആ ഒരു കോൺസെപ്റ്റും പ്ലസ് അതുകൂടെ തന്നെ ഒരു ഫാൻറ്റസിയും കൂടി മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത ഒരു പുസ്തകമാണത്. വായിക്കാൻ വളരെ പോസിറ്റിവിറ്റി തരുന്നൊരു പുസ്തകം തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഏകദേശം 6 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നോവൽസ്, നോൺ ഫിക്ഷൻസ്, കിഡ്സിന് വേണ്ടി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ ദ ഹ്യൂമൻസ്, ദ റാറ്റ്ലി, ഹൗ ടു സ്റ്റോപ്പ് ടൈം, പിന്നെ നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന മിഡ് നൈറ്റ് ലൈബ്രറി 2020 ഇറങ്ങിയ പുസ്തകമാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് സെല്ലർ കൂടിയായിരുന്നു. ദ കംഫർട്ട് ബുക്ക്, അതുപോലെ തന്നെ റീസൺ ടു സ്റ്റേ അലൈവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകവും അത് പിന്നീട് സിനിമയായിട്ട് മാറിയിട്ടുണ്ട്, എ ബോയ് കോൾഡ് ക്രിസ്മസ്. നല്ല വിജയിച്ചൊരു സിനിമ കൂടിയാണ്. അപ്പോൾ മനുഷ്യ ജീവിതങ്ങളെ തൊട്ടറിയുന്ന വലിയ ഫിലോസഫിക്കലായിട്ടുള്ള ചിന്തകൾ സാധാരണക്കാരിൽ കൂടിയിട്ട് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള വളരെ മാസ്മരികമായിട്ടുള്ള എഴുത്ത് ശൈലിയുടെ ഒരു ഉടമ കൂടിയാണ് ബ്രിട്ടീഷ് നോവലിസ്റ്റായ മാറ്റ് ഹെയ്ഗ്. ഇതിൽ നോറ സീഡ് എന്ന് പറയുന്ന മെയിൻ കഥാപാത്രം UK തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഏകദേശം 35 നിൽക്കുന്നൊരു സ്ത്രീയാണ്. ജീവിതത്തിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുക, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു ചിന്തകൾ നമുക്കൊക്കെ ഉണ്ടാവുക. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ എന്തായി, നമ്മൾ എവിടെ ആയിരുന്നു എന്ന് ചിന്തിക്കാറില്ല. ഒത്തിരി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജീവിതമാണ് എൻ്റേത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നത്തിങ് ടു ഡു. ഞാനുമായിട്ട് ഇടപെടുന്ന ആൾക്കാർ മുഴുവൻ എന്നിൽ നല്ലത് കിട്ടുന്നില്ല എന്നുള്ളൊരു ബോധ്യം, നമ്മുടെ ബോധ്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ അവൾ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ ആത്മഹത്യയിലേക്ക് ഒരാളെങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതും പിന്നെ സ്വയം തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു വരുന്നതുമായിട്ടുള്ള ഒരു ഫാന്റാസ്റ്റിക് നോവലാണ്. പുള്ളി അവസാനം സ്വന്തം ആങ്ങളക്ക് സഹോദരൻ എഴുതാണ്, ഐ ഹാഡ് ഓൾ ദി ചാൻസസ് ടു മേക്ക് സംതിങ് ഓഫ് മൈ ലൈഫ് ആൻഡ് ഐ ബ്ലൂ എവ്രി വൺ ഓഫ് ദം ത്രൂ മൈ ഓൺ കെയർലെസ്നെസ് ആൻഡ് മിസ്ഫോർച്യൂൺ. The world has retreated from me, and so now it makes perfect sense that I should retreat from the world. If I felt it was possible to stay, I would, but I don't, and so I can't. I make life worse for people. I have nothing to give. I'm sorry. Be kind to each other. ജോയ് സീഡന് അവൾ എഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പാണ്. ഈ ഒരു കഥ തുടങ്ങുന്നത് തന്നെ സ്കൂളിലെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് തുടങ്ങുന്നത്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമെന്ന് പറയുന്നത് ലൈബ്രറി ആയിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം എടുത്ത് വായിക്കുക എന്നുള്ളതാണ്. ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് ഇതിൽ വരുന്നൊരു മെയിൻ കഥാപാത്രമാണ് മിസ്സിസ് എൽം എന്ന് പറയുന്നത്. പുള്ളി ശരിക്കും ലൈബ്രറിയൻ ആണെങ്കിൽ കൂടിയിട്ടൊരു മെന്റർ കൂടിയാണ്. ഒത്തിരി പ്രശ്നങ്ങൾ ലൈഫിൽ അനുഭവിച്ചൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ കുട്ടിയാണ് ഈ നോറ സീഡ്. അമ്മയുടെ അടുത്തു നിന്നൊക്കെ ഒത്തിരി വേണ്ടാത്ത, അല്ലെങ്കിൽ പിന്നെ വളരെ വിഷമം വരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ചെവിക്ക് കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ടേപ്പ് ടൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഒരു അമ്മയുടെ സ്നേഹവും അതിലുപരിയായിട്ടൊരു മെന്ററുമായിട്ട് അവിടെ നിന്ന് ഉണ്ടായിരുന്ന മിസ് എൽമാണ്. അപ്പോൾ മിസ്സിസ് എൽമിനോട് അവൾ പറയുന്നുണ്ട്, എനിക്ക് ലൈഫിൽ ഞാനൊന്നും ആയിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ പറയുന്നുണ്ട്, 19 years ബാക്ക് ആണെന്ന് പറയുന്നത് തുടങ്ങുന്നത്. ആ ഫസ്റ്റ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്, നിനക്ക് ലൈഫിൽ ഇഷ്ടം പോലെ ഇനിയും ജീവിക്കാൻ അവസരങ്ങൾ, ഒരുപാട് സാധ്യതകൾ നിന്റെ മുന്നിലുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് ഗ്ലാഷ്യോളജിസ്റ്റ് ആകാം. നന്നായി സ്വിം ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു ഈ നോറ സീഡ്. നല്ല രീതിയിൽ സ്വിം ചെയ്യും. ഒത്തിരി കഴിവുകളുള്ള ഒരു കുട്ടിയാണ് ഈ നോറ സീഡ് എന്ന് പറയുന്നതിലെ കേന്ദ്ര കഥാപാത്രം. അറ്റ് ഫസ്റ്റ് ദ മിസ് വാസ് സോ പെർവേസീവ് ദാറ്റ് ഷീ കുഡ് സീ നത്തിങ് എൽസ് until slowly she saw pillars appear on either side of her. She was standing on a path, some kind of colonnade. The columns were brain grey with specks of brilliant blue. The misty vapors cleared like spirits wanting to be unwatched, and a shape emerged, a solid rectangular shape. The shape of a building about the size of a church or a small supermarket.
It had a stone facade, the same coloration as the pillars, with a large wooden central door and a roof which had aspirations of a grandeur, with intricate details and grand-looking clock on the front gable, with black painted Roman numerals and its hands pointing to midnight. Tall, dark, arched window, framed with stone bricks, punctuated the front wall, equidistant from each other. When she first looked, it seemed there were only 4 windows, but a moment later, there were definitely 5 of them. She thought she must have miscounted. As there was nothing else around, and since she had nowhere else to be, Nora stepped cautiously towards it. She looked at the digital display of her watch. 000000. It means midnight. As the clock had told her, she waited for the next second to arrive. But it didn't. Even as she walked closer to the building, even as she opened the wooden door, even as they stepped inside, the display didn't change. Either something was wrong with her watch or something was wrong with time. In the circumstances, it could have been either. What's happening? She wondered. What the hell is going on? Maybe this place would hold some answers, she thought as she walked inside. The place was well lit and the floor was light stone, somewhere between light yellow and camel brown, like the color of an old page. But the windows she had seen on the outside were not there on the inside. In fact, even though she had only taken a few steps forward, she could no longer see the walls all. Instead, there were bookshelves, aisles and aisles of shelves, reaching up to the ceiling and branching off from the broad open corridor Nora was walking down. She turned down one of the aisles and stopped to gaze in bafflement at the seemingly endless amount of books. The books were everywhere, on shelves so thin they might as well have been invisible. The books were all greens of multifarious shades. Some of these volumes were a murky swamp green, some a bright and light chartreuse, some a bold emerald, and others the verdant shade of summer lawns. പലപ്പോഴും നമ്മൾ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാറുണ്ട്. ഞാൻ ആ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്താവുമായിരുന്നു. ഇപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിരുന്ന ആളാണ് ഞാൻ. ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹത്തിലൊക്കെ പഠിച്ചതാണ്. പക്ഷേ ഞാൻ ഡോക്ടർ ആയിരുന്നെങ്കിൽ അതിപ്പോഴും എനിക്ക് ഒരു റിഗ്രറ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ട്. പക്ഷേ ഈ പുസ്തകം വായിച്ചോട് കൂടിയിട്ട് അതൊന്നും ഇല്ലാണ്ടായി തന്നെ പറയാം. വലിയൊരു പോസിറ്റീവ്സ് തരുന്ന സാധനമാണത്. ഞാൻ ആ ജോലി ഉപേക്ഷിച്ചിരുന്നില്ലെങ്കിൽ, അല്ല ഞാൻ അവനോട് അങ്ങനെ സംസാരിച്ചിരുന്നില്ലെങ്കിൽ, ഞാൻ അവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത്, ഞാനൊന്നും ഇവിടെ ജീവിക്കേണ്ട ഒരു മനുഷ്യനല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കേണ്ട ഒരാളാണ് എന്ന് തോന്നൽ, ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ, എങ്കിൽ വാട്ട് ഈഫ് എന്ന് പറയുന്ന ഒരു വലിയൊരു റിഗ്രറ്റിന്റെ ഒരു സാധനമാണ് നമ്മൾ ഈ മാറ്റ് ഹേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോവലിസ്റ്റിൽ കൊണ്ടുവന്നത്. പിന്നെ ഈ മിഡ് നൈറ്റ് ലൈബ്രറി എന്ന് പറയുന്നത് ഓൾ ഓഫ് എ സഡൻ ഇവൾ കുറച്ച് ഓവർ ഡോസ് ഗുളിക കഴിച്ചിട്ട് പെട്ടെന്ന് മരിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു അവസ്ഥ ഇൻ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് ആണ്. മരണത്തിന്റെയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഇവൾ എത്തിപ്പെടുന്നത് വളരെ ഭംഗിയുള്ള ഒരു ലൈബ്രറിയാണ്. ചുറ്റുഭാഗത്തും ഒരുപാട് പുസ്തകങ്ങൾ, ഇങ്ങനെ പുസ്തകം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷെൽഫ് ചലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് ആകെപ്പാടെ ഒരു പേടിപ്പെടുന്ന അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിൽ കൂടി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓൺലി എൻട്രൻസ് മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ലാത്ത വലിയൊരു വിശാലമായിട്ടുള്ള ഒരു പുസ്തകശാലയിലേക്ക്, മിഡ് നൈറ്റ് ലൈബ്രറിയിലേക്ക് ഇവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ തൊട്ടടുത്ത് ബാക്കിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ഒരു പുസ്തകം എടുക്കാൻ നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മിസ്സിസ് എൽം, നമ്മൾ മുമ്പ് പറഞ്ഞ് ആ ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞ മിസ്സിസ് എൽം പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ട്. അപ്പോൾ മിസ്സിസ് എൽമാണല്ലോ ഇതെന്ന് പറഞ്ഞിട്ട് ഇവളങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത്, ഈ പുസ്തകങ്ങളൊക്കെ നിന്റെ ലൈഫാണ്, നീ അതായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുള്ള ഒത്തിരി ജീവിതങ്ങളുണ്ട് ഇല്ലേ, നീ അതായിട്ടില്ല. അത് ആ ലൈഫാണ്. ഓരോ പുസ്തകവും ഓരോ ലൈഫാണ്. ഈ പുസ്തകത്തിന്റെ ഒക്കെ കളർ എന്ന് പറയുകയാണെങ്കിൽ അതൊരു പച്ച ഗ്രീൻ കളറാണ് പുസ്തകത്തിന്റെ, എല്ലാ പുസ്തകത്തിന്റെ കളർ. അതിലൊരു പുസ്തകമുണ്ട് അത് ഗ്രേ കളർ ആയിട്ടുള്ളത്, അതാണ് റിഗ്രറ്റ് ബുക്ക് എന്ന് പറയുന്നത്. അവൾ അതിൽ നിന്ന് ഓരോ പുസ്തകം എടുത്തിട്ട് പറയണം, നിനക്ക് ആ പുസ്തകം, നിനക്കിപ്പോൾ മരിക്കാം എന്നുള്ള ചിന്ത വരാനുള്ള കാരണം ഈ റിഗ്രറ്റ് കൊണ്ടാണല്ലോ. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാം, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ ജീവിതം നിനക്ക് ജീവിച്ചു നോക്കാം. അങ്ങനെ ആ ജീവിച്ചു നോക്കുന്ന സമയത്ത് ഓരോ ജീവിതം എടുക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രണയം വരുന്നുണ്ട്, പ്രണയം വന്നിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഥാപാത്രങ്ങൾക്ക് ഒരു ഒത്തിരി പേരുകളൊക്കെ ഓരോന്നോരോന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ നഷ്ടങ്ങൾ മാത്രമേ നമ്മൾ എണ്ണാറുള്ളൂ. നമ്മൾ മുന്നിൽ വന്ന നേട്ടങ്ങളൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യില്ല. അത് ഒരു സൈക്കോളജി, ഹ്യൂമൻ സൈക്കോളജി കൂടിയാണ്. ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവൾക്കുള്ള ജോലി സ്ട്രിങ് തിയറി എന്ന് പറഞ്ഞൊരു പബ്ബിൽ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഡേയിൽ ചെല്ലുമ്പോൾ ലേറ്റ് ആയിട്ട് പോകുന്നു.
പോകുന്നത്. അപ്പോൾ ലേറ്റ് ആവാനുള്ള കാരണം അവിടെ നീൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മാനേജർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ലേറ്റ് ആയി എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, നിനക്കറിയോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പൂച്ച വോൾട്ട് എന്ന് പറയാം, അത് ചത്തു. അപ്പോൾ അതിനെ അടക്കം ചെയ്യാനൊക്കെ ഞാൻ ആകെ ടെൻസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയെന്ന് പറയണം. അപ്പോൾ ഒന്നാമത് ഈ നൂറ സീഡിന്റെ പെർഫോമൻസ് അത്ര നല്ല ഒരു പെർഫോമൻസ് അല്ലായിരുന്നു. നീൽ പറയണം, ഒരു കാര്യം ചെയ്തോ, ഇനിയിപ്പോൾ നിനക്ക് ഇതിനേക്കാളും വലിയൊരു ഭാവിയുള്ള ഒരാളാണ്, നീ ഇപ്പോൾ 10-12 വർഷമായിട്ട് ഈ പബ്ബിൽ വർക്ക് ചെയ്യാണ്, ഓക്കെ, ഗിറ്റാർ പഠിപ്പിക്കലോ ഒക്കെ ഗിറ്റാറിസ്റ്റ് ആയിട്ട് പബ്ബിൽ വർക്ക് ചെയ്യാണ്. ഏറ്റവും നല്ലത് ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് നിനക്ക് ഒരുപാട് ഉയർച്ചകളുണ്ടാവും, നീ ഒരുപാട് കഴിവുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സാധനം കൂടി വന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ സീഡ് ലിറ്ററലി അങ്ങോട്ട് പൊട്ടിത്തകർന്നു പോവാണ്. ഓരോരുത്തരുടെ ലൈഫ് അങ്ങനെ തന്നെയാണ്. അതിനുശേഷമാണ് എല്ലാം. ഉദാഹരണം സ്വന്തം അനിയനായിട്ടുള്ള ജോസിയുടെ കെയറില്ല, അമ്മ തീരെ കെയർ ചെയ്തിട്ടില്ലായിരുന്നു, അച്ഛനുമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിലൊക്കെ മനം നൊന്നിട്ടാണ് ഈ നൂറ സീഡ് ആത്മഹത്യ ചെയ്യുന്നത്, ഈ പറഞ്ഞ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത് സ്ട്രിംഗ് തിയറിയിൽ നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞു വെച്ച പോലെ തന്നെ ഈ മിഡ് നൈറ്റ് ലൈബ്രറിയിൽ എത്തിയ സമയത്ത് എൽമ് പറയണം, ഓരോ പുസ്തകമുണ്ട്, നിനക്ക് ജീവിക്കാമായിരുന്ന വാട്ട് ഈഫ് എന്നുള്ള ക്വസ്റ്റ്യൻ, നിനക്ക് ജീവിക്കാമായിരുന്ന ജീവിതങ്ങൾ ഓരോന്നും ഓരോ പുസ്തകമാണ്, നീ അത് ഓരോന്നും എടുത്തിട്ട് നീ ജീവിച്ചു നോക്കുക. ജീവിച്ചു നോക്കുന്ന സമയത്ത് നിനക്ക് അത് ഇഷ്ടമാവാതെ ഏതെങ്കിലും രീതിയിൽ വരികയാണെങ്കിൽ തിരിച്ച് ഈ മിഡ് നൈറ്റ് ലൈബ്രറി തന്നെ തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ നീ നിൽക്കരുത്, തിരിച്ചിങ്ങോട്ട് വരും, ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ആദ്യം എടുക്കുന്നത്, അവൾ ഒളിമ്പിക് നീന്തൽ താരമാവാനായിരുന്നു അവൾക്ക് ഏറ്റവും ആഗ്രഹം. അച്ഛൻ്റെ ഒരു ഇഷ്ടം കൂടിയായിരുന്നു നൂറ ഒരു വലിയൊരു നീന്തൽ താരമായിട്ട് അറിയപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചു നേരം അവൾ ഇന്റർവ്യൂ പീരീഡ് ആയിട്ടുള്ള ഈ ഒരു ലൈബ്രറിയിൽ നിന്ന് പുറത്ത് കിടക്കും. ഈ പുസ്തകം എടുക്കുന്നതോടുകൂടി ഫസ്റ്റ് 1-2 ലൈൻ വായിക്കുന്നത് കൂടിയിട്ട് പുറത്ത് കടന്നിട്ട് അവള് ഇത് എൻജോയ് ചെയ്യുക. പക്ഷെ എൻജോയ് അല്ല, നമ്മൾ കാണുന്ന ജീവിതങ്ങളൊന്നും പുറത്ത് കാണുന്ന റിയൽ ലൈഫും ആൻഡ് റിയൽ ലൈഫ് മാറ്റേഴ്സ് എന്ന് പറയുന്ന പോലെ ഇവൾക്ക് ശരിക്കും മനസ്സിലാവുകയാണ്, ഈ ഒരു ജീവിതമായിരുന്നു ഞാൻ ജീവിക്കണം സ്വയം ചോദിച്ചിട്ട് അവൾ തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞിരുന്ന ഒരു ഗ്ലാഷ്യോളജിസ്റ്റ് ആവാമായിരുന്നില്ലേ, മഞ്ഞുപാളിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണല്ലോ. അപ്പോൾ അതിലോട്ട് പോകുമ്പോഴാണ് അവൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രായോഗികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാഴ്ചയിൽ നമ്മൾക്ക് കാണുന്നത് പോലെയുള്ള ജീവിതം. പിന്നെ അവൾ തിരിച്ച് ലൈബ്രറിയിലേക്ക് തിരിച്ചു വരികയാണ്. ഡാൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ബോയ് ഫ്രണ്ട് ആയിരുന്നു. ഡാനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു, പക്ഷെ കല്യാണം ബ്രേക്കായി. ഓരോ ജീവിതവും ഇവൾ അനുഭവിക്കാൻ വേണ്ടി പുസ്തകം എടുത്ത് വായിച്ച് 1-2 ലൈൻ വായിക്കും, ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. അപ്പോഴത്തേക്ക് അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ, നമ്മളിപ്പോൾ കാണുന്ന റിയാലിറ്റി ആയിരിക്കില്ല യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു മ്യൂസീഷ്യൻ, ഒരു ബാൻഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നൂറ സീഡ്, രവി എന്ന് പറഞ്ഞ സുഹൃത്ത് ഒരുമിച്ചൊരു ഒരു ബാൻഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഒരു കീബോർഡ് പ്ലെയർ ആയിട്ട് പോയിട്ടും സംഗീത ലോകത്ത് എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും അതിലും ഒരു നിർവൃതിയില്ലാതെ പ്രശ്നങ്ങളായിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഓരോ ജീവിതവും ഇവള് പഠിച്ചിട്ട് ഇതൊന്നും എൻ്റെ ജീവിതമല്ല എന്ന് തിരിച്ചറിവാണ് ഈ ഒരു നോവലിൽ ഈ മാറ്റേക്ക് കൊണ്ടുവരുന്നത്. അത് വളരെ രസകരമായിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. നോറ had always had a problem accepting herself. From as far back as she could remember, she had the sense that she wasn't enough. Her parents, who both had their own insecurities, had encouraged that idea. She imagined now what it would be like to accept herself completely. Every mistake she had ever made, every mark on her body, every dream she hadn't reached or pain she had felt, every lust or longing she had suppressed. She imagined accepting it all, the way she accepted nature, the way she accepted a glacier or a puffin or the breach of a whale. She imagined seeing herself as just another brilliant freak of nature, just another sentient animal trying their best. And in doing so, she imagined what it was like to be free. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി നല്ല കഥാപാത്ര സൃഷ്ടിയാണ് ഈ നോവലിൽ എന്നുള്ളത്. നമ്മൾ പറഞ്ഞു വന്ന 4-5 കഥാപാത്രങ്ങൾക്ക് അപ്പുറമായിട്ട് ഈ കഥ പൂർണ്ണമാവാൻ വേണ്ടിയിട്ട്, ഈ ഫാന്റസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. ഇവരുടെ പേര് നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ടതായിട്ട് വരും. ആഷ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇസി സുഹൃത്താണ്, ഓസ്ട്രേലിയയിലാണ് പുള്ളിയുള്ളത്. ഇവളുമായിട്ട് നല്ല ബന്ധമുള്ളൊരു വ്യക്തി കൂടിയാണ്. പിന്നെ ഹ്യൂഗോ എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുന്നുണ്ട്. അത് ഹ്യൂഗോ എന്ന് പറയുന്ന കഥാപാത്രം ഇതുപോലെ തന്നെ മറ്റൊരാള് ഇങ്ങനെ തന്നെ ഒരുപാട് ജീവിതങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വാട്ട് ഈഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെ തന്നെ ആത്മഹത്യ ചെയ്ത് വന്ന്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ മരണത്തിന്റെയും ജീവിതത്തിന്റെ ഇടയിൽ വന്ന ഒരു കഥാപാത്രമാണ് ഹ്യൂഗോയെ അദ്ദേഹം മിഡ് നൈറ്റ് ലൈബ്രറിയിലല്ല, പുള്ളി സ്ലൈഡർ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ്. ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് പോകുന്നൊരു കാറ്റഗറിയിലാണ്. അദ്ദേഹത്തിന്റെ പേര് പറയാതെ ഈ കഥ പൂർണ്ണമാവില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. രവി പറഞ്ഞല്ലോ, സുഹൃത്താണ്, അതുപോലെ തന്നെ സ്വന്തം അനിയന്റെ സുഹൃത്തു കൂടിയാണ്. മോളി എന്ന് പറഞ്ഞ കഥാപാത്രം അത് മോളായിട്ട് വരുന്നത്, അദ്ദേഹത്തിന്റെ ഇവരുടെ മോളായിട്ട് വരുന്നുണ്ട്. പിന്നെ ബാനർജി
തൊട്ടടുത്തുള്ള ഒരു നൈബർഹുഡിൽ താമസിക്കുന്ന നൂറയുടെ ജീവിതത്തിൽ ചെറുതാണെങ്കിലും പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തി കൂടെയാണ്. പിന്നെ ഡോറിൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഓൾട്ടർനേറ്റീവ് ലൈഫിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പിന്നെ സംഗീത ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നൂറ ലിയോ എന്ന കഥാപാത്രം വരുന്നുണ്ട്, ഡിലൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒത്തിരി ജീവിതം എടുത്ത സമയത്ത് മ്യൂസീഷ്യൻ എന്നുള്ള ജീവിതത്തിൽ ഒരുപാട് വിജയിച്ചിട്ട് ഒരുപാട് ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാനും ഒരു മോട്ടിവേഷൻ സ്പീക്കറുമായിട്ടൊക്കെ അച്ഛന്റെ കൂടെയൊക്കെ പോകുന്നുണ്ട്. അച്ഛന്റെ കൂടെ പോകുന്ന സമയത്ത് വാട്ട് ഈഫ് എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിൽ ഒന്നുള്ള സംഭവം തന്നെയാണ്. പോകുന്ന സമയത്ത് അനിയൻ ബ്രദറാണ് ഇവളുടെ മാനേജറായിട്ട് വരുന്നത്. അപ്പോൾ അവൾ ആദ്യം ആഗ്രഹിച്ച ഒരു ജീവിതം തന്നെയായിരുന്നു. ഒരുപാട് കാശും കാര്യങ്ങളും പേരും ഒക്കെ ഉള്ളൊരു വലിയൊരു ലൈഫ്. ഇഷ്ടം പോലെ കാശുണ്ട്, അച്ഛനുണ്ട്, കൂടെ ബ്രദറുണ്ട്. അപ്പോഴും അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ ഗുളിക കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡിപ്രഷന്റെ ആ സമയത്തും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ഇവളുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി പുറത്ത് കാത്തിരിക്കുമ്പോഴും ഇവൾ സ്ട്രെസ്സിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നേരെ തിരിച്ചിട്ട് പിന്നെ മിഡ് നൈറ്റ് ലൈബ്രറി തന്നെ പോകുന്നുണ്ട്. കാരണം ഈ ജീവിതത്തിലും പ്രശ്നങ്ങളാണ്. ഏതൊക്കെ ജീവിതം ട്രൈ ചെയ്തോ ആ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളായിട്ടാണ് ഇവള് തിരിച്ചു പോകുന്നത്. നമ്മുടെ മുന്നിൽ ഒത്തിരി മുഖങ്ങൾ, നമ്മൾ ചിരിച്ച മുഖങ്ങൾ നമ്മുടെ മുന്നിൽ കാണാറുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കാം. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ അവരുടെ ഉള്ളിലോട്ട് ഇറങ്ങി നമ്മൾ സംസാരിക്കാറില്ല. കൂടെ വർക്ക് ചെയ്യുന്നവരോട് എന്താണ് നിനക്ക് സുഖമാണോ, അല്ലെ എന്താടി നിനക്ക് സുഖമാണോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കാറില്ല. നമ്മൾ രാവിലെ മുതൽ ടാർഗറ്റ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ഇതിന്റെ പിന്നാലെ പോകുന്നത്. അവരെ അടുത്തറിയുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ചോദ്യം മതിയാവും അവർക്ക്, എന്താ നിനക്ക് ഇന്ന് സുഖമില്ലേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നുള്ള ചോദ്യം വലിയൊരു മാറ്റം വരുത്തും. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടിയുള്ള സംഭവം തന്നെയാണ്. ഒരാളുടെ വേദന നമ്മൾ ചെറുതാക്കി കാണരുത്. നമ്മളിപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തു, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചിന്തിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഹായ് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ, ഒന്ന് സംസാരിച്ചൂടായിരുന്നോ. കാരണം ഈ ഒരു തീരുമാനം അദ്ദേഹം എടുക്കുന്നത് ഇതിന്റെ ഏറ്റവും എൻഡിലായിരിക്കും. എല്ലാം നശിച്ചിട്ടായിരിക്കും ഈ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യരോട് നമ്മൾ കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറുക, കേൾക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ കേൾക്കുക. ചില സമയങ്ങളിൽ എനിക്കറിയുന്ന ഒത്തിരി സൈക്കോളജിസ്റ്റുകളുണ്ട്. ഞാൻ ആ ഫീൽഡിൽ കൂടി ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി സൈക്കോളജിസ്റ്റുകളുണ്ട്. അവരെ കേൾക്കാൻ ആളില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ലോകത്തുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ എന്റെ കേൾക്കാൻ ആരുമില്ല. ഇത് എല്ലാ ടെൻഷനും എല്ലാ സ്ട്രെസ്സും എന്നിൽ അടിഞ്ഞുകൂടുകയാണ്. അപ്പോൾ നമ്മൾ കരുണയുണ്ടാവുക, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു പുഞ്ചിരി മതിയാവും നമ്മുടെ ഒരാളെ ജീവിതം മാറ്റിമറിക്കാൻ. നമ്മൾ കൊടുക്കുന്ന ഒരു പുഞ്ചിരി അത് മതിയാവും. വലിയ ഒരു സാധനം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫോൺ കോൾ, ഒരു പുഞ്ചിരി, ഒരു ക്ഷമാപണം, ഒരു യാത്ര, ഒരു പുസ്തകം. അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു പുസ്തകം നല്ല സുഹൃത്താണ്. പുസ്തകത്തിന്റെ ലോകം എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് അങ്ങോട്ട് ഇറങ്ങി അതിലോട്ട് വായനയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു കഥാപാത്രമായിട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം, ഒരു പുസ്തകത്തിൽ ഒരു 10 കഥാപാത്രങ്ങളുണ്ടാവും. ആ 10 കഥാപാത്രങ്ങളും നമ്മളായിരിക്കില്ല, പക്ഷെ അതിലൊരു കഥാപാത്രമായിട്ട് നമുക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് സന്തോഷം കിട്ടും. വായനകൾ, അതുപോലെ തന്നെ കൂടിയിരുത്തങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നല്ലൊരു മനുഷ്യൻ ആക്കുന്നത്. ഒന്നും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ലൈഫിലോട്ട് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാറായിട്ട് കാണുന്ന ആൾക്കാർ, പിന്നെ നമ്മൾ വിചാരിക്കുന്ന അവർ ഭയങ്കര രസകരമായിട്ട് അവരൊക്കെ ജീവിക്കായിരിക്കും. റീസെന്റ് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്ന ഒത്തിരി പേര് റീസെന്റ് അവരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയില്ല. കാരണം നമ്മൾ കാണുന്നത് ഈ ഒരു റിയൽ ലൈഫിൽ നിന്ന് വിട്ടിട്ട് റിയൽ ലൈഫാണ് കാണുന്നത്. ഒത്തിരി പേര് നമ്മൾ മുന്നിൽ തന്നെ കാണുന്നുണ്ട്. മോട്ടിവേഷനും ഇൻസ്പിറേഷനും അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ ബ്രേക്കപ്പ്, ഭാര്യയും ഭർത്താവും ആയിരിക്കും, പക്ഷെ നമ്മുടെ മുന്നിൽ അവർ അഭിനയിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ റിയൽ ലൈഫ് എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള ലൈഫ്, അതിന് ഒത്തിരി സാധ്യതകൾ, ആ സാധ്യതകൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു ബിസിനസ്സുകാരനുമായി സംസാരിക്കാൻ ഒരിട വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പോസിറ്റിവിറ്റി, എല്ലായിടത്തും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ഈ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരാളായിക്കൂടെ എന്നുള്ളൊരു ചോദ്യം അയാൾ ചോദിച്ചു എന്നോട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരാളായിട്ട് അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോഡ് ആൻഡ് അതർ ലൈബ്രറിയൻസ്. Who are you? You know my name. I'm Mrs. Elm, Lucy Isabel Elm. Are you God? She smiled. I'm who I am. And who is that? The librarian. But you aren't a real person. You are just a mechanism. Aren't we all? Not like that. You are the product of some strange interaction between my mind and the multiverse. Some simplification of the quantum wave function, or whatever it is. Mrs. Elm looked perturbed by the suggestion. What is the matter? Nora thought of the polar bear as she stared down at the yellow-brown stone floor. I nearly died. And remember, if you die in life, there is no way back here. That's not fair. The library has strict rules. Books are precious. You have to treat them carefully. But these are other lives, other variants of me, not me. Yes, but while you are experiencing them, it is you who has to pay the consequences. Well, I think that stings, to be perfectly honest. The librarian's smile curled at its edge like a fallen leaf. Well, this is interesting. What is interesting? The fact that you have to so thoroughly change your attitude toward dying. What? You want to die and now you don't. അവസാനം നോറ സീഡ് അവസാനത്തെ
ലൈഫും പരീക്ഷിച്ചിട്ട് തിരിച്ച് മിഡ് നൈറ്റ് ലൈബ്രറിയിൽ എത്തുകയാണ്. ആ സമയത്ത് ഏകദേശം അവളുടെ മുന്നിൽ ഒരു സാധ്യതയുള്ളൂ, മരിക്കുക അല്ലെങ്കിൽ പഴയതിലോട്ട് തിരിച്ചു പോവുക, ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാ പുസ്തകങ്ങളും അപ്രത്യക്ഷമായി. ഞാനിത് പറയുമ്പോൾ തന്നെ ഗൂസ് ബംസ് വരും. അത്രത്തോളം ഒരു സംഭവമാണത്. ചുറ്റുഭാഗത്തുള്ള എല്ലാ ലൈബ്രറിയിലെ പുസ്തകങ്ങളും കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തകർന്ന് തരിപ്പണമാവാണ്. മുമ്പ് പറഞ്ഞല്ലോ, ഒരു എക്സിറ്റ് ഇല്ലാത്തൊരു സ്ഥലമാണ്. ഉള്ള എൻട്രി മാത്രമേ ഉള്ളൂ. എൻട്രൻസ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെ മിസ്സിസ് എൽമു അവിടെയുണ്ട്. ഒരു സ്ഫോടനം പോലെ അങ്ങോട്ട് പൊട്ടുകയാണ്. ആ സമയത്ത് മിസ്സിസ് എൽമു ഒരു അറ്റത്തേക്ക് തെറിച്ചു വീഴുകയാണ്. ഇവള് ഈ പറഞ്ഞ നൂറ സീഡ് വേറൊരു അറ്റത്തുമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിസ്സിസ് എൽമു എന്ന് പറഞ്ഞ മെന്ററും കൂടിയാണല്ലോ. ഒരിക്കലും മിസ്സിസ് എൽമു നീ അതാവണമെന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ മുന്നിൽ ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റികളുണ്ട്, നീ അത് ജീവിക്കൂ, ഇതെടുക്കും, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ മെന്റർഷിപ്പ് മാത്രമേ ആര് ചെയ്തിട്ടുള്ളൂ, എൽമു ചെയ്തിട്ടുള്ളൂ. അപ്പോഴും അവിടെ പറയുന്നുണ്ട്, ഒരു പുസ്തകം അവിടെ ബാക്കിയുണ്ട്, അത് എടുക്കുക, അത് നിന്റെ പുസ്തകമാണ്. അപ്പൊ അവള് അവിടുന്ന് തപ്പി എണീറ്റ് ആ പുസ്തകം എടുക്കുക. ആ പുസ്തകത്തിൽ എന്താ എഴുതിയെന്ന് പറയാൻ പറ്റുമോ? എന്താണ്ടാവുക? ബ്ലാങ്ക്. അപ്പം പറയാണ്, ഞാൻ ഇപ്പോഴും ഐ ആം സ്റ്റിൽ അലൈവ്, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് ആ ബ്ലാങ്ക് പുസ്തകത്തിൽ നിന്ന് എഴുതിക്കോ എന്ന് പറയാണ്. അങ്ങനെ അവൾ എഴുതിയോട് കൂടിയിട്ട് അവള് പഴയ ലൈഫിലോട്ട് തിരിച്ചു വരിക. പഴയ ലൈഫ് എന്ന് പറയുന്നത് ആ സമയത്താണ് ഫ്ലാഷ് ബാക്ക് പോലെ. അവള് ഓവർ ഡോസ് കഴിച്ചിട്ട് ബെഡിൽ കിടക്കുകയാണ്. അപ്പൊ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ജീവിക്കണം എന്ന് വേച്ച് തൊട്ടടുത്തുള്ള മിസ്റ്റർ ബാനർജിയുടെ അടുത്തേക്ക് വേച്ച് എത്തിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകൂ എന്ന് പറയാണ്. എനിക്ക് ജീവിക്കണം, ഐ വാണ്ട് ടു ഡൈ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആത്മഹത്യ എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയിട്ട് ഏതൊരു ആത്മഹത്യ ചെയ്യുന്നവന്റെ മനസ്സിലുണ്ടാവുക അവസാന കാലഘട്ടത്തിൽ, അവസാന നിമിഷത്തിൽ, ഐ വാണ്ട് ടു ലിവ്, ഗിവ് മീ മൈ ലൈഫ് ബാക്ക്, എനിക്ക് എന്റെ ജീവിതം ജീവിക്കണം, എനിക്ക് ആ ജീവിതം തരുമോ എന്ന് ചോദിക്കുക. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞു, നമ്മളെ കയ്യിലല്ലല്ലോ. അങ്ങനെ രണ്ടാമത് ഇവള് ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു കഥ കഴിയുന്നത്. അറൗണ്ട് 100-300 പേജുള്ള ഒരു പുസ്തകമാണത്. നമ്മുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാവും, ചിലപ്പോൾ ശരിയാവും, ഇല്ലേ? ടൈമിലൊരു തീരുമാനം എടുക്കുക, ഡിസിഷൻ എടുക്കുക, സ്റ്റിക്ക് അപ്പ് ഓൺ ചെയ്യുക. ചിലപ്പോൾ നഷ്ടമായിരിക്കും, ലാഭമായിരിക്കും. പക്ഷെ അതാണ് സമയത്ത് തീരുമാനം എന്ന് പ്രൊലോങ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കരുത്. എന്താണെങ്കിലും എടുത്തിരിക്കണം. പിന്നെ ചിലപ്പോൾ സമയങ്ങളിൽ ഒരു ക്ഷമാപണം, ഒരു സോറി. ഒന്നുമില്ല, വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരുണ്ടാക്കിയതാണെങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ. പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ആരുണ്ടാക്കിയതാണെങ്കിൽ നന്നായി ഒന്ന് അങ്ങോട്ടും കൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ സ്വയം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നമ്മളെ വലത്തെ കൈ വെച്ചിട്ട് ഹൃദയത്തിൻ്റെ മേലെ വെച്ചിട്ട് യു ഡിഡ് എ ഗുഡ് ജോബ് മാൻ എന്ന് പറയാൻ കഴിയുക. നമുക്ക് നമ്മളോട് ഇഷ്ടമൊക്കെ ഉണ്ടാവും, സെൽഫ് എസ്റ്റീം ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഈ ലോകത്ത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണെന്നുള്ള തോന്നൽ ഉണ്ടാവുമ്പോഴേ എനിക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. സെൽഫ് എയ്ഡ് ബുക്കും ഫാന്റസിയും കൂടി ഒരു മിക്സ് ചെയ്ത ഒരു സാധനം. ജീവിതത്തിൽ നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുക, ഒന്നും എവിടെ എത്തിയില്ല എന്നൊരു ടെൻഷൻ അടിച്ചിരിക്കണം, വല്ലപ്പോഴും നിന്ന് വായിച്ചു നോക്ക്. ഇതൊരു രസമാണ്. വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടും. നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടും. എനിക്ക് എൻ്റെ മുന്നിൽ വലിയ സാധ്യത ഉണ്ട്, ദാറ്റ് ഇസ് മൈ ലൈഫ് മാൻ, ലെറ്റ്സ് എൻജോയ് ആൻഡ് ലീവ് ഇറ്റ്. മറ്റുള്ളവരൊക്കെ ഒരു പുഞ്ചിരി കൊടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു പാറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അർത്ഥവത്തായി എന്നുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു സാധനമായിട്ടൊന്നും നമ്മൾ കരുതുന്നത്. എന്താണ് ജീവിതം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം കാലമായിട്ട് ആർക്കും അതിന് ഉത്തരം പറയാൻ പറ്റില്ല. ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ജീവിതം, ഇതൊക്കെ തന്നെയാണ്, ആകത്തുകയാണ് ജീവിതം. നല്ല ജീവിതം ജീവിക്കുക, ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടുക. എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളായി ജീവിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ദ മിഡ് നൈറ്റ് ലൈബ്രറി നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. അതിൽ താങ്ക് യു അൻസാർ അരിമ്പ്ര. ഇന്ന് ഈ ഒരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ല, ഈ ഒരു നോവൽ ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഒരുപാട് സന്തോഷം രതീഷ്, താങ്ക് യു വെരി മച്ച്. ദ മിഡ് നൈറ്റ് ലൈബ്രറി മാറ്റ് ഹെയ്ഗിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ്, നോവലാണ്. മില്യൺ കോപ്പികൾ വിറ്റഴിഞ്ഞൊരു ബെസ്റ്റ് സെല്ലർ നോവൽ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഇംഗ്ലീഷിലാണ് ഈ നോവൽ ഉള്ളത്, പക്ഷേ മലയാളത്തിൽ നമുക്ക് ഈ നോവൽ ലഭിക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഹരിത CK ആണ്. ഹരിത CK ട്രാൻസ്ലേറ്റ് ചെയ്ത ദ മിഡ് നൈറ്റ് ലൈബ്രറി നമുക്ക് മലയാളത്തിലും ലഭിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ആരാണ് നോറ സീഡ്? അവൾക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ അവള് നമുക്ക് ലൈഫ് എന്താണെന്ന് പറഞ്ഞു തരികയാണ്, അവളിലൂടെ പറഞ്ഞു തരികയാണ് ആ മാന്ത്രിക ലൈബ്രറിയിലൂടെ. നമുക്കും ആ മാന്ത്രിക ലൈബ്രറിയിലേക്ക് ഒന്ന് പോകണ്ടേ? നമ്മുടെ ജീവിതം എന്താണെന്നും നമ്മൾ ഇതുവരെ ജീവിച്ച് തീർത്ത ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചുവെന്നും ഇനി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. ആ മാന്ത്രിക ലൈബ്രറിയിലേക്ക് തന്നെ നമുക്ക് പോകാം. ദ മിഡ് നൈറ്റ് ലൈബ്രറി. മാറ്റ് ഹെയ്ഗിൻ്റെ ഈ നോവല് നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു മോട്ടിവേഷണൽ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ നോവൽ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നോവല് വായിക്കുക എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് തൽക്കാലം റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീഷും ബബായി പറയുകയാണ്. കിരോണിക്കു ഖത്താസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.